കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്, എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചു, ഗുരുവായൂരപ്പന് വഴിപാട് വരുന്ന കാണിക്കയായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ എന്താ ചെയ്യുക, അതൊക്കെ ഗുരുവായൂരപ്പൻ തന്നെ ആണോ അവിടെ സമർപ്പിക്കുമോ, ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറഞ്ഞു, മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. അതായത് ഗുരുവായൂരപ്പന് നമ്മൾ കാണിക്കയായിട്ട് സമർപ്പിക്കുന്ന സാധനങ്ങളിൽ ഒട്ടുമിക്ക സാധനങ്ങളും ലേലം ചെയ്യും. ബാക്കിയുള്ളതാണ് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഭഗവാന്റെ സമക്ഷത്തിലേക്ക് വീണ്ടും ഉപയോഗിക്കാൻ. അതായത് സ്വർണം, വെള്ളി തുടങ്ങിയവ അങ്ങനെ വയ്ക്കും, ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് എത്തിക്കും. അതുപോലെ കദളിപ്പഴത്തിൽ ലേലം ചെയ്യാൻ ഉപയോഗിക്കില്ല. അതേപോലെ ചതുർബാഹുവായ നാരായണ വിഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം, ആ ഫോട്ടോ ഒരിക്കലും ലേലത്തിന് വെക്കാറില്ല. ബാക്കിയുള്ള ഒരുവിധം സാധനങ്ങൾ മുഴുവനും ലേലത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതായത് വൈകിട്ട് അത്താഴ പൂജയ്ക്ക് നട അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ, കിഴക്കേ നടയുടെ മുൻപിൽ ആയിട്ട്, അതിൻ്റെ മുൻപ് അനൗൺസ്മെൻ്റൊക്കെ ആയിട്ട് വരും, ഇന്ന സ്ഥലത്ത് ലേലം തുടങ്ങായി എന്നൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും ലേലമുണ്ടാവും. ആ ലേലം വരുന്നത് ഭഗവാന്റെ അത്താഴ പൂജയ്ക്ക് നട അടയ്ക്കുന്ന സമയത്ത് കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിന് അരികിലായിട്ടാണ്. ആ ഒരു ഗ്രില്ലിട്ട സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ലേലം ആയി നടക്കുന്നത്. ആ ലേലം നടക്കുക എന്ന് പറഞ്ഞാൽ കദളിപ്പഴം ഒരിക്കലും ലേലത്തിന് വെക്കാറില്ല. ആ കദളിപ്പഴം ഭഗവാന് നേദിക്കാനെടുക്കും. അതുകൂടാതെ ബാക്കി വരുന്നത് ഭക്തർക്ക് പ്രസാദമായിട്ട് വിതരണം ചെയ്യും. അത് ധാരാളം ഉണ്ടാവും. അതെല്ലാം പഴുത്തതും പഴുക്കാത്തതുമായ പഴങ്ങൾ മുഴുവൻ ഭക്തർക്ക് വിതരണം ചെയ്യും. ഭഗവാന്റെ ആവശ്യത്തിനുള്ള കുറച്ച് പഴം, നല്ല പഴുത്തത് മാത്രം ശ്രീലകത്തേക്ക് കൊണ്ടുപോകും. ബാക്കി വരുന്ന നാരായണൻ്റെ, അതായത് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോസ് അല്ലാത്ത കൃഷ്ണൻ്റെ, കണ്ണൻ്റെ, അങ്ങനെ രാധാസമേതനായ അതുപോലെയുള്ളതൊക്കെ ലേലത്തിന് വയ്ക്കും. പക്ഷെ ഒരിക്കലും ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹം, ഫോട്ടോ, അതൊരിക്കലും ലേലത്തിന് വെക്കാറില്ല. അത് രണ്ടും പ്രാധാന്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കദളിപ്പഴവും വെക്കാറില്ല, അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹവും വെക്കാറില്ല, ആ ഫോട്ടോയും വെക്കാറില്ല. ബാക്കി വരുന്നതൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ, അത് വലുതുമായിട്ടുണ്ടാവും. ഏലക്കായ, കശുവണ്ടി, മാങ്ങ, ചക്ക, തേങ്ങ, അതുപോലെയുള്ള പുസ്തകം, പഴയ നോട്ട് ബുക്ക്, പുതിയ നോട്ട് ബുക്ക്, മറ്റു പല കാര്യങ്ങളും, വസ്ത്രം, ലഡു, ജിലേബി, അതുപോലെയുള്ള ഫ്രൂട്ട്സ്, എല്ലാ പെന്ന്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത എല്ലാ സാധനങ്ങളും ഗുരുവായൂരപ്പന് കാണിക്കായി വരുന്നുണ്ട്. അതറിയാലോ. അതിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ലേലത്തിന് വെക്കാറുള്ളത്. ബാക്കിയുള്ളതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ഈ കദളിപ്പഴം ഒരിക്കലും വെക്കാറില്ല. അതാണ് ചോദിച്ചത് ഒരാൾ. അതേപോലെ ചോദിച്ചതാണ് ഈ നാരായണൻ്റെ വിഗ്രഹം, അതായത് നാരായണൻ്റെ ഫോട്ടോ, ഗുരുവായൂരപ്പൻ്റെ ആ മഹാപ്രഭുവിൻ്റെ ഫോട്ടോ വെക്കുമെന്ന്. അങ്ങനെ 2-3 ആൾക്കാർ ചോദിച്ചതിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ സംശയങ്ങൾ തീർന്നുവല്ലോ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. താമരയും അതേപോലെ തുലാഭാരത്തിൽ വരുന്ന അങ്ങനത്തെ വലിയ കാര്യങ്ങളൊക്കെ ലേലത്തിന് വെക്കുന്നതാണ് കേട്ടോ. താമരയും തുളസിയൊക്കെ വെക്കാറുണ്ട്. നല്ല തുളസികളൊക്കെ ആകുമ്പോൾ അതും വെക്കാറുണ്ട് ലേലത്തിന്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അതുപോലെ വിളക്ക്, അതുപോലെ വഴിപാട് വരുന്ന വിളക്ക്, പാത്രങ്ങൾ, ചെറിയ ചെമ്പ്, പ്ലേറ്റുകൾ, അതേപോലെ മണി, അങ്ങനെയൊക്കെയുള്ള വേറെ വേറെ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് വാർഷിക ലേലത്തിന് ആണ് ഗുരുവായൂർ ദേവസ്വം വഴി വാർഷിക ലേലം നടത്തും. അന്നാണത്
ലേലം തയ്യാറാക്കുക. ബാക്കിയുള്ളതെല്ലാം നിത്യം ഉള്ള ലേലങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.